ഹായ് ഹലോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നയന കരഞ്ഞുകൊണ്ട് റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന വിവരമൊക്കെ വന്നിട്ട് അനി എല്ലാവരോടും പറയുന്നുണ്ട്. ഇത് കാണുമ്പം ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ ആദർശിനെ വിളിപ്പിക്കുകയാണ്. മുത്തശ്ശി വന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് ഇതുപോലെ നയനമോള് വീട് വിട്ട് പോയി എന്നുള്ള കാര്യം. അങ്ങനെ മനസ്സിൽ മുത്തശ്ശൻ കരുതുകയാണ് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണോന്ന് പറഞ്ഞിട്ട് ആദർശിനെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് അരികിലേക്ക് വരുമ്പോ മുത്തശ്ശൻ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് പറയാണ്, മോനെ ഇനി ഈ കളവന് അധികം നാളൊന്നും ആയുസില്ല. ഡോക്ടർ പറഞ്ഞതല്ലേ, ഏറിപ്പോയാൽ 1 വർഷം, അത്രയൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അതിനു മുമ്പായിട്ട് സങ്കടപ്പെട്ട് പോകാതിരുന്നാൽ മാത്രം മതി. സന്തോഷമായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഒരുപാട് സ്വത്ത് മുതലൊക്കെ ഞാൻ ഉണ്ടാക്കി. എന്റെ കൊച്ചുമക്കൾക്കും ഭാര്യയ്ക്കും എല്ലാം ഇത്രയും കാലം സന്തോഷം സമാധാനം നൽകി. ഇനി എന്റെ മനസ്സിന് കുറച്ച് സമാധാനം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിനക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മുത്തശ്ശ അങ്ങനെ ചോദിക്കുന്നത്? മുത്തശ്ശന് വേണ്ടിയിട്ട് ഈ കൊച്ചുമോൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരുമെന്ന് പറയാണ്. അപ്പോഴേക്കും മൂർത്തി പറയാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ട. നീയും നിന്റെ ഭാര്യയായ നയനയും കൂടിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. ഈ വീട്ടില് നിങ്ങളുടെ കുട്ടികളും സന്തോഷമായിട്ട് ജീവിക്കണം. മരിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ വീട് വിട്ട് പോയില്ല. ഈ വീട്ടിൽ തന്നെ എപ്പോഴും എന്റെ ആത്മാവ് കാണും. എനിക്ക് കാണും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ കുട്ടികളെയൊക്കെ എന്ന് മുത്തശ്ശൻ പറയുമ്പോഴേക്കും ആദർശ് കരഞ്ഞോണ്ട് പറയണം, മുത്തശ്ശ എന്തൊക്കെയായി പറഞ്ഞെന്ന്. അപ്പം മുത്തശ്ശൻ പറയണം, ഞാൻ പറഞ്ഞ സത്യവ, നീ എന്റെ കയ്യിൽ വാക്ക് തന്ന് പറയുമ്പം ആദർശ് കയ്യിൽ വാക്ക് കൊടുക്കുകയാണ്. നീയും നിന്റെ ഭാര്യയുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോഴേക്കും ആദർശ് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് മനസ്സിൽ കരുതാണ്, ഈശ്വര അമ്മയോട് ഞാൻ അങ്ങനെയും പറഞ്ഞു പോയി. മുത്തശ്ശന് ഇപ്പൊ വാക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ, എന്താ ചെയ്യുക എന്ന് ആദർശ് ഇങ്ങനെ മനസ്സിലോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. ഞാൻ ശ്രമിക്കാം മുത്തശ്ശ എന്ന് പറയുമ്പം ശ്രമിക്കാന്നോ, എന്റെ കയ്യിൽ വാക്ക് തന്നിട്ട് ശ്രമിക്കാന്നാണോ നീ പറഞ്ഞേ എന്ന് ചോദിക്കുന്നതിന് കേട്ടോ. അല്ല മുത്തശ്ശ എന്ന് പറയുമ്പോഴേക്കും ഓക്കെ, അതിന്റെ ആദ്യപടിയായിട്ട് ഇപ്പൊ നയനമോള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, നീ തന്നെ പോയിട്ട് അവളെ വിളിച്ചോണ്ട് വരണം. അപ്പം ആദർശ് പറയണേ, ഇനി ഒരിക്കലും അവളെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശ. കാരണം എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല. അവൾ പോവാന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും മിണ്ടിയില്ല. കരഞ്ഞുകൊണ്ട് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച അവളിടുന്ന് പോയത്. അതിനുശേഷം അനിയളുടെ പുറകെ വിളിച്ചെങ്കിലും അവൾ വന്നില്ല എന്ന് പറയുമ്പം എനിക്കറിയാം അവളുടെ മനസ്സിൽ നന്മയുള്ളവളാ. അതുപോലെ തന്നെ അവളുടെ വ്യക്തിത്വത്തിലും അവൾക്കൊരു ബോധമുണ്ട്. അതുകൊണ്ടാ അവൾ തിരികെ വരാഞ്ഞത്. പക്ഷെ നീ പോയി വിളിച്ചാൽ അവൾ ഉറപ്പായിട്ടും വരും. അപ്പൊ ആദർശ് മനസ്സിലോർക്കാണ്, എന്റെ ഭർത്താവല്ലാതെ ആരും ഒന്ന് വിളിച്ചാലും ഞാൻ വരില്ല എന്ന് നയനെ പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിപ്പോയത്. അത് ആദർശ് ഓർക്കാണ്. മുത്തശ്ശൻ പറയാണ്, എനിക്ക് വേണ്ടി നീ ചെയ്യില്ലെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് ആദർശ് അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അനി പോയിട്ട് അവിടെ പറയുന്നുണ്ട് എല്ലാവരോടും, നയനേച്ചിയായിരുന്നു ഈ വീടിന്റെ ഒരു ഐശ്വര്യം വിളക്കും ഒക്കെ, അതെല്ലാം നഷ്ടപ്പെട്ടു, അതെല്ലാം പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടുന്ന് ജലജയും അതുപോലെ തന്നെ ദേവേനെയൊക്കെ ചൂടാൻ തന്നെ കേട്ടോ. ദേവേനി പറയാണ്, ഈ വീടിന്റെ ചേർത്ത മരുമകൾ അവള് പോയത് ഈ വീടിന് സന്തോഷം ഐശ്വര്യം മാത്രമേ ഉള്ളൂ. ചേരണ്ടാത്തത് വീട്ടിൽ നിന്ന് പോയി, അങ്ങനെ കരുതിയാൽ മതി എന്ന് മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശിയും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ജലജ പറയണം, അമ്മ എന്തറിഞ്ഞിട്ടായി പറഞ്ഞത്? അവൾ വന്ന് കയറിയ പിന്നെ ഈ വീട്ടിലൊരു സമാധാനം ഉണ്ടായിട്ടുണ്ടോ? എന്നും അടിയും ബഹളവും തന്നെയല്ലേ. ആദർശിന് പോലും മനസ്സിനകത്ത് യാതൊരു സന്തോഷവും സമാധാനം ഇല്ല. അവന്റെ മുഖവും ഭാവമൊക്കെ ഇപ്പൊ കണ്ടില്ലേ, എന്ത് സമാധാനത്തോടെ ജീവിച്ചൊരു വീടാ ഈ അനന്തപുരി. ഇപ്പൊ ഇവളുമാർ വന്ന് കയറിയതോടുകൂടി എല്ലാം നശിച്ചു എന്നിങ്ങനെ ജലജയും പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അത് അവളുമാരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ രണ്ടുപേരും മനസ്സിലെ കുഴപ്പം കൊണ്ടാ. 2 അമ്മായിമ്മമാര് വന്നിരിക്കുന്നു. നിങ്ങൾ ആ പെൺകുട്ടികളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാല് അവരുടെ ഭർത്താക്കന്മാരും അവർ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. പണമോ സ്വത്തോ മുതലോ ഒന്നും അല്ല വേണ്ടത്. എത്ര തലമുറകൾ കഴിയാനുള്ളത് ഈ ഒരു വീട്ടിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വന്ന് കയറുന്ന പെൺകുട്ടികൾക്ക് സ്വത്ത് മുതലും വേണം, നിങ്ങൾക്കകത്ത് നിർബന്ധം എന്നൊക്കെ മുത്തശ്ശി ചോദിച്ച് അവരെ വഴക്ക് പറയുന്നുണ്ട്. ഈ സമയത്ത് അനി പറയാണ്, നയനേച്ചിയുള്ളത് ഈ വീട്ടിൽ തന്നെ ഒരു വെളിച്ചമായിരുന്നു എന്ന് പറയുമ്പം ദേവേനി പറയാണ്, അല്ല അവള് പോയതോടുകൂടിയിട്ട് ഈ വീട്ടിൽ ഐശ്വര്യമൊക്കെ കയറി വന്നു എന്നും പറഞ്ഞ് ദേവേനി പറയുമ്പോ അനി പറയാണ്, ഇനി വലിയമ്മ എന്നെ കൊന്നാലും കുഴപ്പമില്ല, നയനേച്ചി തന്നെയാണ് ഈ വീടിന് ഐശ്വര്യം. ഇപ്പൊ വീട് നിറച്ച് ഇരുട്ടാന്ന് പറയാണ്. അപ്പോഴേക്കും വലിയമ്മയാണെങ്കിൽ വലിയമ്മ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്, ചേച്ചി ഇറക്കി വിട്ടിട്ട് വലിയമ്മ സമാധാനം ജീവിക്കുന്ന കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അനി കുറെ മോശമായിട്ടൊക്കെ ഒത്തിരി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവ്യാനി പറഞ്ഞ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും വലിയമ്മേനെ തല്ലിക്കോ കൊന്നോ എങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, നയനേച്ച ഈ വീടിന് വലിയ നഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നതിന് കേട്ടോ. അങ്ങനെ ആദർശം ആലോചിക്കാണ്, ഈശ്വര എങ്ങനെ പോയിട്ട് ഇനി അവളെ ഞാൻ വിളിച്ചോണ്ട് വരും, ഇനിയും വിളിച്ചാല് അവൾ വരുവോ, അതൊരു നാണക്കേടല്ലേ എന്നൊക്കെ ആദർശം മനസ്സിൽ കരുതുന്നുണ്ടെങ്കിലും കാറും എടുത്തോണ്ട് ആദർശ് നേരെ വിടുകയാണ് കേട്ടോ. അങ്ങനെ ആദർശം നോക്കുമ്പം നയന കരഞ്ഞുകൊണ്ട് വഴിയിലൂടെ പോകുന്ന കാണാണ്. അങ്ങനെ നയനയുടെ ഫ്രണ്ടിലേക്ക് വണ്ടി കൊണ്ട് ഒതുക്കി സൈഡാക്കിയിട്ട് ആദർശ് പതിയെ ഇറങ്ങി വരുന്നു. ആദർശിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു സന്തോഷമാകുന്നുണ്ട് കേട്ടോ. എങ്കിലും അത് പുറത്തറിയിക്കാതെ നയന ശ്രമിക്കുന്നുണ്ട്. ആദർശ് എന്നിട്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവാണോ ചെയ്യേണ്ടത്, ബാ വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ നയന പറയാണ്, വീട്ടിൽ വെച്ച് ഒരുപാട് തവണ ആഗ്രഹിച്ചു നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുമെന്ന്, ഇത്ര നേരിട്ടും സാധിച്ചില്ലല്ലോ, ഇനിയിപ്പോ ഞാൻ വരുന്നില്ല. ഇപ്പൊ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശിയോ ഒക്കെ പറഞ്ഞു വിട്ടിട്ടായിരിക്കും, അങ്ങനെ ഫോഴ്സ് ചെയ്ത് ആരും എന്നെ കൊണ്ടേ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞിട്ട് നയന വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ആദർശ് പറയാണ്, അല്ല നയന, ഞാൻ യഥാർത്ഥമായിട്ട് തന്നെ നിന്നെ വിളിച്ചത്.
ഭാര്യയുടെ സ്നേഹമുള്ള ഭർത്താക്കന്മാര് അവരുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ പൊന്നുപോലെ നോക്കും. അതുപോലെ തന്നെ ഞാനും. അതുപോലെ തന്നെ ഉള്ളിൽ സ്നേഹമുള്ള ഭർത്താക്കന്മാരെ പുറമേ അറിയിക്കത്തുമില്ല. ആ ഒരു സ്വഭാവം എന്റേതും. എന്റെ മനസ്സ് നിറയെ നിന്നുള്ള സ്നേഹമാണ്. പക്ഷെ അത് പുറത്തേക്ക് അറിയിക്കാൻ എനിക്കതിന് കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കണം. ഇതുവരെ ഉണ്ടായ എല്ലാ തെറ്റുകൾക്കും ഞാൻ എന്നോട് ക്ഷമ ചോദിക്കാം. ഇനി നീ എന്നെ വിട്ടു പോവരുത്. ഇനി നീ എന്റെ കൂടെ തന്നെ വേണം എന്ന് നയനയുടെ കൈ പിടിച്ചിട്ട് പറയുമ്പോഴേക്കും നയന ആലോചിക്കാണ്, ഈശ്വര ഇത് സത്യം തന്നെയാണോ? ഞാൻ ഈ കാണുന്ന സ്വപ്നമൊന്നുമല്ലല്ലോ എന്ന് നയന ആലോചിക്കാണ്. ആദർശ് പറയണം, നയന ആരും പറഞ്ഞിട്ടോ ആരും ഫോഴ്സ് ചെയ്തിട്ടോ അല്ല ഞാൻ ഇങ്ങോ ചെയ്തത്. അതായത് രാവിലെ എന്റെ അമ്മ സങ്കടപ്പെട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പൊങ്കാലയിൽ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നാൽ അമ്മയൊക്കെ വഴക്ക് പറഞ്ഞതും കേട്ട് നീ എന്നെ വിട്ട് പോവാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്നോട് പൊക്കോളാൻ പറഞ്ഞത്. എങ്കിലും നീ പോവില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീ പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും പാവം നയന ഈ ആദർശ് പറഞ്ഞെല്ലാം വിശ്വസിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെയാണോ ആദർശേട്ടാ? പക്ഷെ ഞാൻ കരുതിയത് ആദർശേട്ടനെ ഇഷ്ടമില്ലാതെ പറഞ്ഞിട്ടതാണെന്നാ. അപ്പൊ ആദർശ് പറയാണ്, അല്ല സത്യമായിട്ടും അല്ല, ഇനി ഒരിക്കലും എന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ നയന പറയാണ്, എനിക്ക് എന്താ ഒരു ഉറപ്പ്? ഇതുപോലെ പലതവണയും ആദർശത്തിന് എന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്. എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ അതെല്ലാം ഇല്ലാതായിട്ടുമുണ്ട്. ഇപ്പൊ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ അഭിനയമാണെങ്കിലോ എന്ന് നയന ചോദിക്കുമ്പോൾ, അല്ല നയന, സത്യമായിട്ടൊന്നും അഭിനയമല്ല. ഇതെന്റെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടമാണ്. ഇനി മുതൽ ഞാൻ സ്നേഹിക്കാൻ ശ്രമിക്കാം. ഇനി മുതൽ നിന്നെ കെയർ ചെയ്യാൻ ശ്രമിക്കാം. നിന്റെ കൂടെ ഭർത്താവായി ജീവിക്കാൻ ശ്രമിക്കാം. എല്ലാം ഇങ്ങനെ ആദർശ് പറഞ്ഞിട്ട് ഞാനിവിടെ കൈ പിടിച്ചിട്ട് പറയാണ്, വാ നയന നമുക്ക് പോവാമെന്ന് പറയാണ്. അപ്പൊ നയന ഇത് സത്യം തന്നെയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതേ നയന, നീ എന്നെ വിശ്വസിക്കേ, ഇത് സത്യം തന്നെയാണ് എന്ന് പറയാണ്. എന്നപ്പോ നയനയുടെ കയ്യിൽ ആദർശ് പിടിക്കുമ്പോൾ നയന ആദർശിന്റെ കൂടെ പോകാനട്ടോ. അങ്ങനെ കാറിൽ കയറിയിട്ട് രണ്ടുപേരോട് കൂടി പോവാണ്. നയന പറയാണ്, ഇന്ന് അത്രയും സങ്കടപ്പെട്ട് നടന്നിറങ്ങിയപ്പോ ഒരുപാട് തവണ ഞാൻ ആഗ്രഹിച്ചു, ഒരു തവണയെങ്കിലും എന്റെ ആദർശേട്ടനെ തിരികെ വിളിച്ചിരുന്നെങ്കിൽ. പക്ഷെ ആദർശേട്ടൻ ഒരു വാക്കുപോലും ഇണ്ടാതെ എന്നെ ഇന്നപ്പോ എന്റെ ചങ്ക് തകർന്നാ പോയത്. ഇനി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്റെ അച്ഛന്റെ ചങ്ക് തകരുമെന്ന് പേടിച്ചിട്ട് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ കുറെ നേരം ഇരുന്ന് കരഞ്ഞു. അപ്പൊ ആദർശ് പറയണ, നിനക്ക് എന്താ അങ്ങനെയൊക്കെ തോന്നിയത്? നീ എന്തിനാ ഇറങ്ങി പോയത്? നീ വീട്ടിൽ നിന്ന് നിന്നാ പോരായിരുന്നോ? അമ്മ അങ്ങനെയൊക്കെ പറയും, അതൊന്നും നീ സാരാക്കണ്ട എന്നൊക്കെ പറയാനട്ടോ. അങ്ങനെ നയനയും കൂട്ടിയിട്ട് ആദർശിന്റെ വീട്ടിലേക്ക്, അതായത് അനന്തപുരം തറവാട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ മുത്തച്ഛൻ ആലോചിക്കുകയാണ്, ഈശ്വര ഇനിയെങ്കിലും നന്നായിട്ട് ആ പെൺകുട്ടിയെ സ്നേഹിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. പാവം പെണ്ണ് എന്തുമാത്രം വേറെ സഹിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനോട് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, ആദർശ് അവളെ കൂട്ടാൻ പോയിട്ടുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും അത് അത്യാവശ്യമാണ്. നയനമോളി വീട്ടിലേക്ക് തിരിച്ചെന്ന് കയറണം. എങ്കിൽ മാത്രമേ ജലജയുടെയും ദേവിനുടെയും അഹങ്കാരത്തിന് കുറച്ച് കുറവുണ്ടാവുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് മുത്തശ്ശി പറയാണ്, ഇവരെ രണ്ടുപേരും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. മുത്തശ്ശൻ പറയാണ്, ദേവേന്റെ കാര്യം ജയൻ നോക്കിക്കോളും. അവൻ എന്നോട് ഏറ്റിട്ടുണ്ട് ദേവേന്റെ ഈ അഹങ്കാരമൊക്കെ ഒന്ന് കുറച്ചു കൊടുക്കാന്ന്. പിന്നെ ജലജയുടെ കാര്യം 12 കൊല്ലം പട്ടിയുടെ വാല് കുഴലിട്ടാലും 100 കല്ലോ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആർക്കൊരു ആലോചന വേണ്ടെന്ന് മുത്തശ്ശൻ ജലജയെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന അനന്തപുര തറവാടിന്റെ പടിയെത്തി ഇങ്ങനെ ആ അനന്തപുര തറവാട്ടിലേക്ക് നോക്കി, ആ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നതോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉച്ചയ്ക്കത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ ദേവിയാനാണെങ്കിലും അങ്ങനെ ഷോക്കിംഗ് ആയിട്ട് നോക്കിയിരിക്കാൻ എല്ലാവരും. ആദർശ് തന്നെ പോയി നയനയും കൂട്ടിക്കൊണ്ട് വരുന്നത്. ആദർശ് നയനയുടെ കയ്യിൽ പിടിച്ചോണം കേട്ടോ അനന്തപുരിയിലേക്ക് കയറി വരുന്നത്. അങ്ങനെ ശേഷം വലിയൊരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് ഉച്ചയ്ക്കത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.